ജോൺ ബ്രിട്ടാസ് MP ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ്, കോടതി വിധിയെ എങ്ങനെ നോക്കിക്കാണുന്നു? സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എനിക്കിത് സംബന്ധിച്ച് സമ്മിശ്ര വികാരമാണുള്ളത്. എന്തുകൊണ്ടെന്നാൽ സുപ്രീം കോടതിയുടെ ഗുജറാത്ത് കലാപത്തെ മുൻനിർത്തിയുള്ള പല കേസുകളിലും അവർ സ്വീകരിച്ച നിലപാട് പലപ്പോഴും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. യഥാർത്ഥത്തിൽ ഇരകൾക്ക് വേണ്ടിയിട്ട് രംഗത്ത് വന്ന പൊതുപ്രവർത്തകരെ ജയിലിലടയ്ക്കുന്ന വിധിന്യായങ്ങൾ പോലും അതല്ലെങ്കിൽ പരാമർശങ്ങൾ പോലും ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ബിൽക്കീസ് ബാനു കേസിലെ പ്രതികളെ ഇളവ് നൽകി വിട്ടയച്ച നടപടി യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ 2 വർഷമായിട്ട് പെൻഡിംഗ് ആണ്. 2022 ഓഗസ്റ്റിലാണ് ഇവരെ വിട്ടയച്ചത്. എന്തുകൊണ്ടാണ് നീതി ഇത്രയും വൈകിയതെന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അത് മാത്രമല്ല, ബിൽക്കീസ് ബാനു കേസിന്റെ ഉൾപ്പിരിവുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏതൊരു വ്യക്തിയുടെയും രക്തമുറക്കുന്ന രീതിയിലുള്ള സംഭവ പരമ്പരകളല്ലേ അരങ്ങേറിയത്. കേവലപരമായിട്ടുള്ള ഒരു പരിശോധനയിൽ തന്നെ ഈ പ്രതികൾക്ക് ഇളവ് നൽകിയതിനെ യഥാർത്ഥത്തിൽ അസ്ഥിരപ്പെടുത്തുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ ഗുജറാത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ വാദഗതികൾ ഉയർത്തിക്കൊണ്ട് ഈ കാപാലികർക്ക് വേണ്ടി രംഗത്ത് വരുന്ന അതിദയനീയമായ ദാരുണമായ ഒരു കാഴ്ച പോലും നമുക്ക് കാണാൻ കഴിയും. എങ്കിൽ പോലും ഇപ്പോൾ വൈകിയാണെങ്കിലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം വരുന്നത് സ്വാഭാവികമായിട്ടും വിധി നിർവഹണത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നു. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ പറഞ്ഞ ഇരകൾക്ക് വേണ്ടി രംഗത്ത് വരുന്ന പൊതുപ്രവർത്തകരുടെ സംരക്ഷണമാണ്. മുമ്പുള്ള സുപ്രീം കോടതിയുടെ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ പൊതുപ്രവർത്തകർ ഒന്നും ഇരകൾക്ക് വേണ്ടി രംഗത്ത് വരുന്നത് സ്വാഗതാർഹമല്ല എന്നുള്ള ഒരു സൂചന അല്ലെങ്കിൽ പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതിൽ കൂടി ഒരു തിരുത്തലുണ്ടായതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ശരി, നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ്. താങ്കളുടെ പ്രതികരണത്തിന്. ഡൽഹിയിൽ നിന്ന് ധനസുമോദ് വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. ധനസുമോദ്, ഈ വിധി പ്രസ്താവനത്തിലെ പ്രധാന കാര്യങ്ങളിൽ ഈ ഗുജറാത്ത് സർക്കാരിന് വിമർശനം, ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല എന്നുള്ളത് ഓർക്കണം. കോടതിയുടെ വിധി പ്രസ്താവനത്തിലെ വരികളാണ് പ്രതികൾക്ക് സർക്കാർ കൂട്ടുനിന്നു, ഇതുകൊണ്ടാണ് വിചാരണ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റിയത്. ഒപ്പം ഗുജറാത്ത് സർക്കാരിന്റെ ഉത്തരവ് അധികാര ദുർവിനിയോഗത്തിന്റെ ഉദാഹരണമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി പറയുകയാണ്. എത്രമാത്രം ഗൗരവമുണ്ട് പരമോന്നത കോടതി ഇങ്ങനെ പറയുമ്പോൾ? ഇപ്പോൾ പരമോന്നത കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട നിരീക്ഷണം, ആ വിധിയുടെ ഒപ്പം ഉണ്ടായിരിക്കുന്നത് നിയമലംഘനം സമത്വത്തിനുള്ള അവകാശം ലംഘിക്കുന്നു, ഇല്ലാതാക്കുന്നു. എത്ര വലിയ ആളും നിയമത്തിന് അതീതരല്ല എന്നുള്ള കാര്യം വിധിയിൽ ജസ്റ്റിസ് BV നാഗരത്ന വ്യക്തമായി ഊന്നി പറഞ്ഞിരിക്കുകയാണ്. നിയമാനുസൃതമായി മാത്രമേ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കഴിയൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കോടതി ഉത്തരവ് ദുരുപയോഗം ചെയ്ത് നിയമലംഘനത്തിലൂടെ ഇളവ് അനുവദിച്ച സംഭവങ്ങൾക്ക് ഉത്തമ ഉദാഹരണമാണിത്. അതായത് സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ മേൽക്കോടതികളുടെ പല വിധികളും കീഴ്ക്കോടതികളിൽ കൊണ്ട് ഹാജരാക്കുകയും അതിൽ വളച്ചൊടിച്ച് ചില കാര്യങ്ങൾ മാത്രം, പ്രതിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കോട്ട് ചെയ്യുകയും അങ്ങനെ പ്രതികൾ ആ തരത്തിലുള്ള ഒരു ശിക്ഷാ ഇളവ് വാങ്ങിയെടുക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഈ തരത്തിൽ ഒരു ശിക്ഷാ ഇളവ് വാങ്ങിയെടുത്തതിലൂടെ ഈ കേവലം ബിൽക്കീസ് ബാനുവിൻ്റെ കേസിലെ പ്രതികൾ മാത്രമല്ല, പല പ്രതികളും ഇതിനു മുമ്പ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു അവസാനം വരണം. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷാ ഇളവ് നൽകിയിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ഒന്നാമത്തെ കാര്യം, ഗുജറാത്ത് സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല. വിചാരണ നടന്നത് പൂർണ്ണമായും മഹാരാഷ്ട്രയിലാണ്. മാത്രമല്ല 2022 ഈ കേസ് പരിഗണിച്ചപ്പോൾ രസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ നമുക്കവിടെ ചൂണ്ടിക്കാട്ടാവുന്നതാണ്. ഗുജറാത്ത് സർക്കാരിൻ്റെ ആവശ്യം തന്നെ, അവർ ചൂണ്ടിക്കാണിച്ചത് തന്നെ ഇക്കാര്യത്തിൽ പരിഗണിക്കാനുള്ള ഒരു അധികാരം മഹാരാഷ്ട്ര സർക്കാരിനായിരുന്നു എന്നാണ്. അതായത് ഗുജറാത്ത് സർക്കാർ തന്നെ ഒരു മഹാരാഷ്ട്ര സർക്കാരിന് അംഗീകാരം അവരുടെ ഒരു വാദമുഖമായി തന്നെ അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ അതിനെതിരായിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി വന്നത്. സ്വാഭാവികമായും തങ്ങളുടെ വാദത്തിന് എതിരായിട്ടുള്ള ഒരു വിധി വരുമ്പോൾ പുനഃപരിശോധന ഹർജി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ചെയ്യാനുള്ള ഒരു തുടർ നടപടി എന്നുള്ളത്. അക്കാര്യം പുനഃപരിശോധന നടപടിക്ക് ചെയ്യാതെ ഒരു സുപ്രീം കോടതി ഇത്തരത്തിലുള്ളൊരു വിധി വന്നു കഴിഞ്ഞപ്പോൾ ഈ വിധി ഏറ്റെടുക്കുകയും അങ്ങനെ ഒരു പ്രത്യേക ഒരു കമ്മീഷനെ രൂപീകരിക്കുകയും ജില്ലാ കളക്ടറും BJP MLA അടക്കമുള്ളവർ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ് ഇവരുടെ നല്ല നടപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് മുകളിലേക്ക് കൊടുത്തത്. ഈ സമയത്ത് തന്നെ മഹാരാഷ്ട്രയിലെ വിചാരണ കോടതി ജഡ്ജി ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഒരു കാരണവശാലും ഇങ്ങനെയൊരു ഇവർക്ക് ശിക്ഷ മോചനം നൽകാനാവില്ല, ഇളവ് നൽകാനാവില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്.